വാഗതൻ തണലിൽ വരാമെന്നു ചൊല്ലി നീ ഒരു നീലരാവിൽ മറഞ്ഞതല്ലേ. വെറുതെയാണെന്നു നീ ചൊന്നെങ്കിലെന്തിനീ ദുഃഖപാത്രത്തിൽ ചുടു കണ്ണുനീർ, ദുഃഖപാത്രത്തിൽ ചുടു കണ്ണുനീർ. അവരവരുടെ കാഴ്ചപ്പാട്, അവരവരിൽ ജനിക്കുന്ന ആശയങ്ങൾ, ചുറ്റും കാണുന്ന ഓരോ സ്പന്ദനങ്ങളും നമുക്ക് കവിതയുടെ ആധാരമാക്കാം. അപ്പം അങ്ങനെ പോകണം. എന്നാൽ ഈ പൊതുവെ കാണുന്നതിൽ പണ്ട് ഉള്ളത് പദ്യകവിത, ആ പദ്യകവിതയുടെ രസം ഗദ്യകവിതയ്ക്ക് കിട്ടണമെന്നില്ല, ഗദ്യകവിതയ്ക്കുള്ള രസം പദ്യകവിതയ്ക്കും കിട്ടണമെന്നില്ല. അപ്പം ഏത് രീതിയിലായാലും ആശയം കുറിച്ച് വെച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് അവർ